സൗദി അറേബ്യയിലെ എണ്ണ കേന്ദ്രത്തിൽ ആക്രമണം. അരാംകോയുടെ അബ്ഖൈഖ് എണ്ണ ശുദ്ധീകരണ കേന്ദ്രത്തിലാണ് ഡ്രോൺ ആക്രമണം. ആക്രമണത്തിന് പിന്നാലെ തീ പടർന്നു. സൗദി അറേബ്യയിൽ രണ്ടിടത്താണ് ഡ്രോൺ ആക്രമണം. നാസ ഫെയിംസിന്റെ ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് തീ പടർന്നതായി സ്ഥിരീകരിച്ചു. ലോകത്തെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ശുദ്ധീകരണ കേന്ദ്രമാണ് അബ്ഖൈഖ്. ആഗോള എണ്ണ വിതരണത്തിന്റെ 5 മുതൽ 7% വരെ ഇവിടെ സംസ്കരിക്കുന്നുണ്ട്. പുതിയ ആക്രമണം എണ്ണ വിതരണത്തെ ബാധിക്കുമോ എന്ന ആശങ്കയാണ് നിലവിലുള്ളത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം താൽക്കാലികമായി അവസാനിച്ചിരിക്കെയാണ് സൗദിയിൽ തുടർച്ചയായ ആക്രമണങ്ങൾ നടന്നത്. പിന്നിൽ യമനിലെ ഹൂതികളാണെന്നാണ് കരുതുന്നത്. ഇറാഖിൽ നിന്നും സൗദിയിലേക്ക് ആക്രമണം ഉണ്ടായി എന്ന വാർത്തയും പുറത്തുവരുന്നു. ആക്രമണത്തിന് പിന്നിൽ ഇറാൻ പിന്തുണയുള്ള ഇറാഖിലെ സായുധ സംഘങ്ങളാണെന്ന് സൗദി പ്രതികരിച്ചു. സൗദി അറേബ്യ ഉപരോധം തുടരുന്നതിനാൽ ശക്തമായ ആക്രമണം ആവർത്തിക്കുമെന്ന് നേരത്തെ ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയതാണ്. അബഹ വിമാനത്താവളം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി. സൗദിയിലെ അറബ് സഖ്യസേന യമനിലെ ഹുദൈദ തുറമുഖത്തും ആക്രമണം നടത്തിയിട്ടുണ്ട്. സൗദിയും ഹൂതികളും തമ്മിലുള്ള യുദ്ധം 3 വർഷമായി നിലച്ചതായിരുന്നു. ഇറാനിലെ പരമോന്നത നേതാവിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങിയ ഹൂതി നേതാക്കൾ സഞ്ചരിച്ച വിമാനത്തിനു നേരെ സൗദിയുടെ ആക്രമണം നടന്നതാണ് വീണ്ടും ആക്രമണത്തിന് തുടക്കമിട്ടത്. സന്ന വിമാനത്താവളത്തിലും ഹുദൈദയിലും ആക്രമണം നടന്നു. ഇറാനെ ആക്രമിക്കുന്നത് 2 ദിവസമായി അമേരിക്ക നിർത്തിയിരിക്കുകയാണ്. അതിനിടെയാണ് മറ്റൊരു ഭാഗത്ത് യുദ്ധം ശക്തമാകുന്നത്. സൗദി അറേബ്യയ്ക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.